പത്രക്കാരൻ ചോദിച്ചു, നിങ്ങൾ മോളടുത്തുണ്ട്, ഈ മോളോട് നിങ്ങളുടെ ഏത് പടം കാണാനാണ് ഞങ്ങൾ പറഞ്ഞതെന്ന് ചോദിച്ചു നടനോട്. നടൻ പറഞ്ഞ മറുപടി എന്താരോ, ഞാൻ എൻ്റെ മോളോട് അച്ഛൻ്റെ ഫിലിം മാത്രമല്ല ഒരു സിനിമയും കാണരുത് എന്നാ പറഞ്ഞിരുന്നത്. പിന്നെ ഇതൊക്കെ കാണുന്ന ആരാ? മകരി വേഷനടിയില് നമ്മള്. ഒരു അന്തംഗമ്മയോള് ദുനിയാവിൽ വേറെ ഉണ്ടോ? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയല്ല, എന്നെ മാത്രം പ്രസംഗിക്കുമ്പോൾ എന്നെ അല്ലാത്തവരെ നോക്കണ എനിക്കിഷ്ടമല്ല, പ്രസംഗം കഴിഞ്ഞാൽ എന്നെ നോക്കണതും ഇഷ്ടമല്ല. അങ്ങനെയാണ്. ഇതൊന്നും ഞാൻ സത്യത്തിൽ ഞാൻ ഇവിടെ ഇരിക്കണ വരെ ഇവിടെ എന്താ പ്രസംഗിക്കേണ്ടതെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. എൻ്റെ പ്രസംഗം അങ്ങനെയാണ്. ഞാനിവിടെ ഇരിക്കുന്നത് വരെ ഞാൻ എന്താ പ്രസംഗിക്കേണ്ടതെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. പിന്നെ എല്ലാ ദിവസവും ഇരിക്കുമ്പോൾ അള്ളഹാനോട് പറയും, അവിടെ ആവശ്യമുള്ളത് പറയിപ്പിക്കണമെന്ന്. അത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചാലേ പോയിന്റ്സ് വന്നുകൊണ്ടിരിക്കുള്ളൂ, അല്ലെങ്കിൽ കട്ടാവും. അതാണ് ഇപ്പം നീ മൊബൈലിൻ്റെ കാലമായതുകൊണ്ട് ശ്രദ്ധ കണ്ട് പോയി. ഇന്തിബാഹ് എന്നുള്ള സംഗതിയുണ്ട്, തനബൂഹ് ഇന്തിബാഹ് അതില്ല. മൊബൈൽ തോണ്ടിയിട്ട് 24 മണിക്കൂർ തികയാത്ത കൗമായിട്ട് നമ്മൾ മാറി. നമ്മളിപ്പോൾ അള്ളഹാനോട് ഒരു 10 മണിക്കൂറും കൂടി ചോദിക്കുകയാണ്, തോണ്ടിയിട്ട് സമയം തികയണില്ല, ഒരു 10 മണിക്കൂർ എക്സ്ട്രാ തരണം എന്നറിയാം. പരിന്ന് തോണ്ടും, നടക്കുമ്പോൾ തോണ്ടും, വണ്ടിയിൽ നിന്ന് തോണ്ടും, കിടക്കുമ്പോൾ തോണ്ടും. മുമ്പ് കുത്തലായിരുന്നു ഇഞ്ചക്ഷൻ, ഇപ്പൊ തോണ്ടലിഞ്ഞ് നാളെ ഊത്താണേക്കാരം. വാതിനാണ്ട് വന്നാൽ ശ്രോതാക്കൾ മുഴുവൻ പെരുമ്പാമ്പിനെ വരെയായിരിക്കും ഊത. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞത്, തോണ്ടൽ കൂടിയ ക്യാൻസർ വരും. ഇപ്പൊ ക്യാൻസർ അതിരിക്കാൻ കാരണം എന്താ? ഒന്ന് ഇതാണ്, ഹലാലിന് തോണ്ടിയാൽ തന്നെ ക്യാൻസർ വരുന്നു, പിന്നെ ഹറാമിന്റെ കാര്യം പറയണം. ഇതൊക്കെ കണ്ടുപിടിച്ച ആൾക്കാർ ഓല പരക്കാരോട് പറഞ്ഞ് തൊടരുതെന്നാണ്. ഇത് കണ്ടുപിടിച്ച ആള് പരക്കാരോട് പറഞ്ഞ് ഉപയോഗിക്കരുതെന്നാ. സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾ അവരെ ഭാര്യമാരോടും കുട്ടികളോടും പറയില്ലേ സിനിമ കാണാൻ പാടില്ല എന്നാണ്. അടുത്തൊരു പത്രക്കാരനോട് ഈ സിനിമാ നടൻ പറഞ്ഞു. പത്രക്കാരൻ ചോദിച്ചു, നിങ്ങൾ മോളടുത്തുണ്ട്, ഈ മോളോട് നിങ്ങളുടെ ഏത് പടം കാണാനാണ് ഞങ്ങൾ പറഞ്ഞതെന്ന് ചോദിച്ചു നടനോട്. നടൻ പറഞ്ഞ മറുപടി എന്താരോ, ഞാൻ എൻ്റെ മോളോട് അച്ഛൻ്റെ ഫിലിം മാത്രമല്ല ഒരു സിനിമയും കാണരുത് എന്നാ പറഞ്ഞിരുന്നത്. എന്തേന്ന് വെച്ച് പത്രക്കാരൻ, സിനിമ കണ്ടാൽ ക്രിമിനൽ ആവുന്ന. പിന്നെ ഇതൊക്കെ കാണുന്ന ആരാ? മകരി വേഷനടിയില് നമ്മള്. ഒരു അന്തംഗമ്മയോള് ദുനിയാവിൽ വേറെ ഉണ്ടോ? ഈ കണ്ണ് റെറ്റിനയിൽ പതിഞ്ഞാൽ നേരെ ഹൈപ്പോതലാമസ് കൊടുക്കും. ഹൈപ്പോതലാമസ് ടെസ്റ്റോസ്റ്റെറോൺ എന്നൊരു ഹോർമോൺ ഉണ്ടാക്കും. അപ്പൊ ഈ അഭിനയങ്ങൾ കണ്ടാൽ അതാണ് കുട്ടികൾ പിന്നെ ആളെ കൊല്ലാനും വെടിവെക്കാനും ബാങ്ക് കൊള്ളടിക്കാനൊക്കെ പോണ. ഇത് മുഴുവനും സിനിമയിൽ നിന്ന് പഠിച്ചതാണ്. അടങ്ങിയിരിക്കാൻ കഴിയില്ലേ? ഇപ്പത്തെ കുട്ടികളൊക്കെ പോയാലേ, കയ്യിൽ നിന്ന് പോയില്ലേ? സയനിസം, എത്തിസം, ലിബറലിസം. ആര് മൊക്കനിട്ട കുട്ടികള്, നിസ്കാര തമ്പിൾ ആജയമാരെ കുട്ടികള്. എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് പുരുഷൻ വേണ്ട. ഈടെ അടുത്തൊരു മദ്രസ മാലിം എൻ്റെ അടുത്ത് വന്നു, മ്ലാന മുഖം, എന്തൊക്കെയോ ഒരു പ്രശ്നം. ഞാൻ വെച്ചു, എന്താ ഇപ്പൊ നിങ്ങൾ എങ്ങനെയാന്ന് വെച്ച്, എന്താ പ്രശ്നം എന്ന് വെച്ച്, നിങ്ങളൊക്കെ വാതിൽ പറഞ്ഞത് ശരിയാണ്. അതിപ്പോഴേ മനസ്സിലായിട്ടുള്ളൂ എന്ന് വെച്ചു. ഇന്നലെ അതാണ്ട് ഉറപ്പായി എന്നറിയാം. അപ്പൊ എന്താ അറിയാ, മൂപ്പര് ഒരു പെണ്ണിനെ പോയി കണ്ടിക്കണ്. 1 മാസം മുമ്പ് കല്യാണമൊക്കെ തീരുമാനിച്ചിരിക്കണം. നല്ല പെണ്ണ, ബാപ്പയാണെങ്കിൽ ആ നാട്ടിൽ കഴുകി തൊടേണ്ട സൈസ്, താജ്വസ്കരിക്കണ ആള്. പെണ്ണിനെ പോയി കണ്ടപ്പോ പെണ്ണ് പർദ്ദയും മുക്കനൊക്കെ ഇട്ടിട്ടാണ്. ഇയാൾക്ക് ഇഷ്ടപ്പെട്ട്. കല്യാണത്തിന്റെ 3 ദിവസം പോയി ഇയാൾ ചോദിച്ചു, ഏതായാലും ഇപ്പൊ 2 ദിവസം കഴിഞ്ഞ് ഇപ്പൊ നമ്മളെ പരീക്ക് വരല്ലേ, ആ ധൈര്യത്തിലാണ് പോകാൻ വിളിക്കണത്, എനിക്ക് ഏത് പർദ്ദ വേണ്ടിയെന്ന് വെച്ച്. ഇവള് പറഞ്ഞു, പർദ്ദയും മൊക്കനെയൊന്നും വേണ്ട, അത് നിങ്ങളന്ന് കാണാൻ വരുമ്പെട്ടതാ, എനിക്ക് പടച്ചോനെ തന്നെ വിശ്വാസമില്ല. ആര്? നിസ്കാര തമ്പിൾ ആചാര മോള്. ആരോട്? കണ്ട് ഇഷ്ടപ്പെട്ട മദ്രസ മാലിമിനോട്. ഇതാണ് കാലം. കുട്ടികളുടെ ഉള്ളിൽ എത്തിസം കാര്യം കൂടെയാണ്. വാപ്പറിയണില്ല, ഉമ്മ അറിയണില്ല, നാട്ടുകാരറിയണില്ല. ഇതാണ് കാലമെന്ന് മറക്കണ്ട. ഔലിയാക്കളായിട്ട് ശരിക്കും സുഹബത്തുണ്ടോ, ഈമാൻ പെട്ടെന്ന് തെറിച്ചു പോവില്ല.